ഹലോ ഗൈസ്, അങ്ങനെ സ്നേഹക്കൂട്ട് അവസാന വാരത്തിലേക്ക് അതെ പ്രേക്ഷകരെ ക്ലൈമാക്സോടുകൂടി അടുക്കുമ്പോൾ എല്ലാത്തിനും ഒരു അന്ത്യം ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്നേഹക്കൂട്ട് അവസാനിക്കുന്നത്. നമ്മുടെ അഖില് കാറിലൊക്കെ കയറി ഇങ്ങനെ പരിശോധിക്കുന്നത് നമ്മുടെ സേതുവും പല്ലവിയും കൂടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഖിലിനെ ഇങ്ങനെ പിടികൂടുന്നുണ്ട് സേതു. അപ്പോഴാണ് നമ്മുടെ അഖില് പറയുന്നത്, ഇവിടുത്തെ അച്ഛന്റെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് താൻ അന്വേഷിക്കാൻ വന്നതാണെന്നും അതിന് പിന്നിൽ നമ്മുടെ പ്രതാപനും കുറുപ്പുമാണെന്നും കുറുപ്പാണ് മെയിൻ ആള്, അയാളെ കൊല്ലാൻ അളിയനെ, സ്വന്തം അളിയനെ ഇല്ലാതാക്കിയത് മെയിൻ ആള് കുറുപ്പാണെന്നും ഉള്ളൊരു കാര്യമൊക്കെ നമ്മുടെ അഖില് പറയുകയാണ്. ശേഷം നമ്മുടെ പ്രതാപനെ ഇട്ട് ഭയങ്കരമായിട്ട് ഇടിയിടിക്കുന്നുണ്ട് നമ്മുടെ സേതു. അതിനുശേഷം നമ്മുടെ പ്രതാപനെയും അവരെയൊക്കെ കൂട്ടി നമ്മുടെ കുറുപ്പിനെ പിടിക്കാൻ വരുമ്പോൾ കുറുപ്പ് ഓൾറെഡി ആത്മഹത്യ ചെയ്ത് തൂങ്ങിക്കിടക്കുമായിരിക്കും അവിടെ. എന്താ പറയാ, കെട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുകയാണ്. പിന്നീട് ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ഋതുവും ഇന്ദ്രിയത്തും കുഞ്ഞും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ നമ്മുടെ സേതുവും പല്ലവിയും ഇനി തങ്ങൾ എവിടെ നിൽക്കുന്നില്ല, തങ്ങൾ വീട് മാറുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പടിയിറങ്ങാൻ പോകുന്നുണ്ട്. ഹാപ്പി ആയിട്ട് തന്നെയാട്ടോ ഇറങ്ങാൻ പോകുന്നേ. പിന്നീട് ഈ ഒരു ഇവരുടെ ഈ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയ്ക്ക് പിന്നാലെ നമ്മുടെ പൂർണിമാമ തലകറങ്ങി വീഴുന്നുണ്ട്. അപ്പൊ മിക്കവാറും നമ്മുടെ പൂർണിമാമ ഇവര് പോകുന്നത് പ്രമാണിച്ച് തലകറങ്ങി വീഴുന്നതാണെന്ന് കരുതി ഇവര് വീണ്ടും ഈ നമ്മുടെ പൊന്നുമടത്തിൽ തന്നെ നിന്ന് എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലൈമാക്സിൽ വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.